Chapter 3 Formatting in Writer. Lesson Objectives: Get familiar with toolbars. Understanding inserting features in LibreOffice Writer. Learn to apply bullets and numbers. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ഫോർമാറ്റിംഗ് ഇൻ റൈറ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് ഈ ലിബ്രെഓഫീസ് റൈറ്ററിലുള്ള ടൂൾബാറുകളെ കുറിച്ചാണ്. പലതരം ടൂൾബാറുകളുണ്ട്. അതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂൾബാറുകളാണ് നമ്മൾ പഠിക്കുന്നത്. അത് കൂടാതെ ഇൻസേർട്ടിങ് ഫീച്ചേഴ്സ്, ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ, ഫോണ്ടിൻ്റെ സൈസ് മാറ്റം വരുത്താൻ, അതുപോലെ ഫോണ്ടിൻ്റെ കളറ്, ടെക്സ്റ്റ് അലൈൻമെൻറ്റ്, ടെക്സ്റ്റ് ഹൈലൈറ്റ്, പിന്നെ ബുള്ളറ്റ് ആൻഡ് നമ്പറിങ്, ടോപ്പ് ക്യാപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. വേർഡ് processors are used to create documents in a computer. It is also used to edit and modify text. LibreOffice Writer is one of the popular word processor used nowadays. You have already learned about LibreOffice Writer in your previous class. Here, let us discuss some formatting features of LibreOffice Writer. അപ്പോൾ ലിബ്രെഓഫീസ് റൈറ്റർ എന്ന വേർഡ് പ്രോസസ്സറിനെ പറ്റിയിട്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. എന്തിനാണ് വേർഡ് പ്രോസസ്സർ ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കാനാണ്. അപ്പോൾ അതിന് ഉള്ള ഒരു ഉദാഹരണമാണ്, നമുക്ക് ഫ്രീ ആയിട്ട് ഡോക്യുമെൻ്റ് തയ്യാറാക്കാനൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് ലിബ്രെഓഫീസ് റൈറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ലിബ്രെഓഫീസ് റൈറ്ററിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അക്ഷരങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാനും, അക്ഷരങ്ങളുടെ സൈസ് കൂട്ടാനും, അക്ഷരങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലുകൾ കൊടുക്കാനും, നമുക്ക് ഒരുപാട് ടൈപ്പ് ഫോണ്ടുകളൊക്കെ അതിലുള്ളത് ഉപയോഗിക്കാം. ഇനി പുതിയ പുതിയ ഫോണ്ടുകൾ നമുക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതും പല ലാംഗ്വേജിലുള്ള ഫോണ്ടുകളൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണത്, ബുള്ളറ്റ്, നമ്പറിങ് ചേർക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. വേർഡ് പ്രോസസ്സറൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കണ ഫയലിന് നമ്മൾ ഡോക്യുമെൻ്റ് എന്നാണ് പറയാറ്. അതായത് ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ആവാം, റിപ്പോർട്ടുകളാവാം, നിങ്ങൾ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറാക്കണ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒരു വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഫോട്ടോസ് ഉൾപ്പെടുത്തിയിട്ടുള്ള, ലിങ്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡോക്യുമെൻ്റുകളൊക്കെ തയ്യാറാക്കാവുന്നതാണ്. Toolbars helps you to do specific tasks with just one click. Standard toolbar and formatting toolbar are commonly used toolbars contains different tools to format your document. അടുത്തതായിട്ട് ടൂൾബാറുകൾ എന്താണെന്നാണ് പഠിക്കാൻ പോണത്. നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ടൂൾബാർസുകൾ. അപ്പോൾ ഈ ടൂൾബാർസിൽ ഒരുപാട് ടൂൾസുകൾ ഉണ്ടാവും ഓരോ കാര്യത്തിനായിട്ടുള്ള. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് ആ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ടൂൾബാറാണ് സ്റ്റാൻഡേർഡ് ടൂൾബാറും ഫോർമാറ്റിംഗ് ടൂൾബാറും. സ്റ്റാൻഡേർഡ് ടൂൾബാർസ് ഇറ്റ് കണ്ടെയ്ൻസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫയൽ മെനു കമാൻഡ്സ്. സ്റ്റാൻഡേർഡ് ടൂൾബാർ എന്ന് പറഞ്ഞത് നമ്മൾ ഫയൽ മെനുവിലുള്ള ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡുകൾ അടങ്ങിയ ടൂൾബാറാണ്. നെക്സ്റ്റ്, formatting toolbar. It contains most frequently used text formatting commands. ഫോർമാറ്റിംഗ് ടൂൾബാറിൽ വരുന്നത് തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡുകളാണ് അല്ലെങ്കിൽ ടൂളുകളാണ് ഈ ഒരു ഫോർമാറ്റിംഗ് ടൂൾബാറിൽ വരുന്നത്. നമുക്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിന് വേണ്ട സൈസ് കൂട്ടാനും, ടെക്സ്റ്റിന്റെ അക്ഷരങ്ങളെ സ്റ്റൈല് മാറ്റാനും, അലൈൻമെന്റ് ചെയ്യാനും, കളർ കൊടുക്കാനൊക്കെ ഉള്ള ഇതൊക്കെ വരുന്നത് ഫോർമാറ്റിംഗ് ടൂൾബാറിലായിരിക്കും. These toolbars are may be displayed by default. You can add or hide more toolbars by selecting it. To add drawing toolbar, follow the given steps. Step 1. Choose the view menu from the menu bar. Step 2. Select toolbars option. Step 3. Click on drawing option from the pop-up menu to add drawing toolbar. Now drawing toolbar is added to the window. Once you choose a toolbar, it shows a
ടിക്ക് മാർക്ക് ഓൺ ഇറ്റ്. സ്റ്റാൻഡേർഡ് ടൂൾ ബാറും അതുപോലെ ഫോർമാറ്റിംഗ് ടൂൾ ബാറുമാണ് സാധാരണ ഡീഫോൾട്ടായിട്ട് നമുക്ക് കാണാറ് എന്നുണ്ടെങ്കിലും നമുക്ക് ഒളിഞ്ഞിരിക്കണ ഒരുപാട് ടൂൾ ബാറുകൾ ഉണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് അൺഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിവീൽ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പുകളാണ് താഴെ പറയാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. നമ്മളിങ്ങനെ ടൂൾ ബാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെനുവിൽ ഒരു ടിക്ക് മാർക്ക് വന്നതായിട്ട് കാണാം. നെക്സ്റ്റ്, ഫോർമാറ്റിംഗ് ഡോക്യുമെൻറ്റ്. ഫോർമാറ്റിംഗ് മീൻസ് ചേഞ്ചിങ് ആൻഡ് അറേഞ്ചിങ് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെൻറ്റ് ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ്. യു ക്യാൻ ഫോർമാറ്റ് യുവർ ഡോക്യുമെൻറ്റ് ബൈ using the formatting toolbar. It helps you make the text bold, italic, underline and select font color, background color, etc. അപ്പോൾ എന്താണ് ഫോർമാറ്റിംഗ് ഡോക്യുമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഡോക്യുമെൻറ്റിൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ അഥവാ അക്ഷരങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും. അതായത് ബ്ലാക്ക് കളറിൽ സിമ്പിൾ ഫോണ്ടായിട്ട് നിശ്ചിത സൈസിൽ 11, 12 ഒക്കെ സൈസിലായിരിക്കും ഡീഫോൾട്ടായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ അത്ര ആകർഷണീയമായിട്ട് തോന്നൂല. അപ്പോൾ അതിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരം ഫോർമാറ്റിംഗ് സ്റ്റൈലുകൾ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഫോർമാറ്റിംഗ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൽപ്പെട്ടതാണ് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, ടെക്സ്റ്റിന്റെ അതായത് ഫോണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, ഹൈലൈറ്റ് കളർ, കൂടാതെ ഫോണ്ടിന്റെ ടൈപ്പ്, അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഡോക്യുമെന്റിനെ അട്രാക്റ്റീവ് ആക്കുന്നതാണ് ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫോർമാറ്റിംഗ് ടൂൾ ബാറിലുള്ള ടൂൾസുകൾ ഒന്ന് പരിചയപ്പെടാം. അലൈൻ ലെഫ്റ്റ്, നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യാൻ ഒരു പാരഗ്രാഫൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പാരഗ്രാഫ് ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് നിർത്താനാണ് അലൈൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അലൈൻ ലെഫ്റ്റ് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ഡീഫോൾട്ടായിട്ട് അലൈൻ ലെഫ്റ്റിക്കാണ് നിൽക്കാറ്. നമ്മളത് സാധാരണ ഓട്ടോമാറ്റിക് അഥവാ ഡീഫോൾട്ടായിട്ട് അലൈൻ ലെഫ്റ്റ് തന്നെ ആയിരിക്കും. എന്നാൽ മറ്റ് അലൈൻമെൻറ്റുകൾക്ക് അലൈൻ സെൻറ്റർ ഉണ്ട്, അലൈൻ ജസ്റ്റിഫൈ, അലൈൻ റൈറ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും അലൈൻമെൻറ്റൊക്കെ മാറി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അലൈൻ ലെഫ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ബോൾഡ്, ടെക്സ്റ്റിനെ കടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ബോൾഡ്. അതുകൂടാതെ ഇറ്റാലിക്, ടെക്സ്റ്റിനൊരു വലതുവശത്തേക്കൊരു ചരിവ് വരുത്താൻ വേണ്ടിയിട്ട്. അതുപോലെ അണ്ടർലൈൻ, ടെക്സ്റ്റിന്റെ താഴെ ഒരു ലൈന് വരാൻ വേണ്ടിയിട്ട് ആണ് അണ്ടർലൈൻ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമ്പറിങ് ഓൺ ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ, അതായത് നമുക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 1, 2, 3 എന്ന ക്രമത്തിൽ ഓരോ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാൻ നമ്പറിങ് ഓൺ ആക്കി എൻ്റർ അടിച്ചാൽ മതിയാവും. അതുപോലെ നമ്പറിങ് ഓഫ് ആക്കിയാൽ അത് ഓഫാവും. അതുകൂടാതെ ബുള്ളറ്റ് ഓൺ ഓഫ്, അതായത് ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റാണ്. അതായത് പ്രത്യേകിച്ച് 1, 2, 3 ഒന്നും ഓർഡർ ഇല്ലാത്ത കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ബുള്ളറ്റ് ഉപയോഗിക്കാം. അതായത് ഓരോ പോയിന്റുകളായിട്ട് വരും. അത് കോമൺ ആയിട്ട് ബുള്ളറ്റ് പറഞ്ഞാൽ ഒരു ഡോട്ടാണ്, അതാണ് സിമ്പിൾ ആയിട്ടുള്ള ബുള്ളറ്റ്. അത് നമുക്ക് പല സ്റ്റൈലിലുള്ള ബുള്ളറ്റുകൾ വേണമെങ്കിൽ കൊടുക്കാം. കൂടാതെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ പുസ്തകങ്ങളിലൊക്കെ മാർക്കർ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യാറില്ല. ഹൈലൈറ്റർ പേനകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള നമുക്ക് ടെക്സ്റ്റിന്റെ ബാക്കിലായിട്ട് ഒരു കളർ കൊടുക്കാൻ, നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വാക്കോ അല്ലെങ്കിൽ സെന്റൻസോ ഒക്കെ പ്രധാനപ്പെട്ടത് എടുത്ത് കാണിക്കാനൊക്കെ ഹൈലൈറ്റർ ഉപയോഗിക്കാം. അതുകൂടാതെ ഫോണ്ട് കളർ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബോൾഡ് ആക്കാനുള്ള സ്റ്റെപ്പുകളാണ് പറയാൻ പോണത്.
To make the text bold, follow these given steps. Step 1. Select the text you want to make bold. Step 2. Click on the bold icon from the formatting bar. Now the selected text becomes bold. To make the text italic, follow these given steps. Step 1. Select the text you want to make italic. Step 2. Click on italic icon on the formatting bar. Now the selected text becomes italic. Similarly, to underline the text, step 1. Select the text you want to underline. Step 2. Click on underline icon on the formatting bar. Now the selected text gets underlined. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇറ്റാലിക്കും അണ്ടർലൈനൊക്കെ ചെയ്യാവുന്നതാണ്. കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടും ബോൾഡും ഇറ്റാലിക്കും അണ്ടർലൈനൊക്കെ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ബോൾഡ് ചെയ്യാൻ കൺട്രോൾ ബിയും, ഇറ്റാലിക് ചെയ്യാൻ കൺട്രോൾ ഐയും, അണ്ടർലൈൻ ചെയ്യാൻ കൺട്രോൾ യു ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമുക്കൊരു പ്രത്യേകത കാണാം. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്നീ ഓപ്ഷൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ് ഇതിൽ ഷോർട്ട് കട്ട്, അതായത് കൺട്രോൾ കീൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് എന്ന്. അപ്പോൾ ഇതേപോലെ ബോൾഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഇതേ കീ തന്നെയാണ്. അതായത് ഒരു പ്രാവശ്യം കൂടി നമ്മൾ കൺട്രോൾ ബി അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ബോൾഡ് ആണെങ്കിൽ അത് നോർമൽ ഫോണ്ടിലേക്ക് മാറുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. Next, changing font type. Font means characters used for typing a text. You can choose a different type of fonts by using Font Type tab. The font size button can be used to make the text bigger or smaller. You can apply different font colors to get colorful text in your document. To change the font type of the text, follow these given steps. Step 1. Select the text you want to change the font type. Step 2. Click on the drop down list arrow of the font name on the formatting bar. Step 3. Choose the font type from the list. Step 4. Click on apply button. Now the font type of selected text will be changed. ഇപ്പോൾ ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സാണ് ഫോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടൈപ്പ് ചെയ്യുമ്പോൾ ആ അക്ഷരത്തിനൊരു സ്റ്റൈൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഒരു ഫോണ്ടായിരിക്കും. ആ ഒരു ഫോണ്ടിനൊരു പേരുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് ടൈപ്പ് ടാബിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡിഫറെൻറ്റ് ഫോണ്ടുകൾ, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലുകൾ ആ ഫോണ്ടിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് ഫോണ്ട് മാറ്റാനും പറ്റും. അതിനുശേഷം നമുക്ക് ഫോണ്ടിൻ്റെ സൈസിൽ മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ കുറച്ച് ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് കാണാം. ഇതിൽ നമുക്കിതിൻ്റെ ഹെഡിങ്ങിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റുകയാണ്. ഇതിലിപ്പോൾ ഹെഡിങ് ഫോണ്ട് ഉള്ളത് ലിബറേഷൻ സെരിഫ് എന്നൊരു ഫോണ്ടാണ്. അത് നമുക്ക് ലിബ്രിസ് ADF സ്റ്റാൻഡേർഡ് എന്ന ഒരു ഫോണ്ടിലേക്കാണ് മാറ്റുന്നത്. ഓക്കെ, ഹിയർ ലെറ്റ് us change the heading of the story. Now the heading font type in Liberation Serif is changing to Libris ADF standard. Next, changing font size. The size of letter or character is called font size. You can select a different font size for the text in a document with the help of font size in formatting toolbar. To change the font size, follow the given steps. Step 1. Select the text to change the font size. Step 2. Click on the drop down list arrow of the font size on the formatting bar. Step 3. Choose the font size from the list and click it to apply. Now the heading font size is changed to 20 as shown in
ഫിഗർ 3.7. അക്ഷരത്തിൻ്റെ വലിപ്പം അഥവാ ഫോണ്ട് സൈസിൽ മാറ്റം വരുത്തുന്നതാണ്. അതായത് ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഓക്കെ, താങ്ക് യു.